my dear students, welcome to Educator Learning. ഞാൻ ഇന്നിവിടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ 3 ഇമ്പോർട്ടന്റ് ആയ ടൈപ്സ് ഓഫ് റിലേഷൻ: റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇപ്പൊ 3ഉം കൂടി സാറ്റിസ്ഫൈഡ് ആവുന്ന ടൈപ്പ് റിലേഷൻ ആണെങ്കിൽ അതിന് ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്കപ്പോ റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്നൊക്കെ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കിക്കോളൂ. അപ്പോ റിഫ്ലെക്സീവ് ആദ്യത്തേതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. അപ്പോ നോക്കിക്കേ, ഇഫ് എ എലമെന്റ് ഓഫ് ആർ ഫോർ എവരി എ എലമെന്റ് ഓഫ് എ. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് ആർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അത് റിഫ്ലെക്സീവ് ആകണം എങ്കിൽ എ എലമെന്റ് ഓഫ് ആർ ഫോർ എവരി എ എലമെന്റ് ഓഫ് എ എന്ന് പറയണ സ്മോൾ എ എന്ന് പറഞ്ഞത് എയിൽ ഒരു എലമെന്റ് ആണ് എങ്കിൽ എന്ത് വേണം, എ എന്ന് പറയുന്നത് ആറിൽ വേണം എങ്കിൽ നമുക്ക് പറയാം that type of relations are reflexive. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് സെറ്റ് 1 2, ആർ എന്ന് പറയുന്നത് ഇവിടെ 1 1, ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 2 2. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? 1 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. 1 എന്ന് പറയുന്നത് എയിലുണ്ട്. 1 1 എന്തിലുണ്ട്? ആറിലുണ്ട്. ഇനി 2 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. 2 2 എന്തിലുണ്ട്? ആറിലുണ്ട്. നമുക്കപ്പോ പറയാം ഈ റിലേഷൻ, ഈ തന്നിരിക്കുന്ന ഈ റിലേഷൻ എന്താന്ന് പറയാം, റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി സിമെട്രിക് റിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സിമെട്രിക് ആണ് ഒരു റിലേഷൻ, സിമെട്രിക് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഈ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആറിലുണ്ടെന്ന് വിചാരിക്കാം. ദെൻ ബി എയും കൂടെ ആറിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ആർ സിമെട്രിക്. അല്ലെങ്കിൽ A1 A2 ആറിലുണ്ടെന്ന് വിചാരിക്കും എങ്കിൽ A2 A1 കൂടെ ആറിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ആർ സിമെട്രിക് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2, ദെൻ ആർ എന്ന് പറയുന്നത് റിലേഷനിലുള്ളത് 1 2 2 1. അപ്പൊ ഈ കേസ് ഒന്ന് നോക്കിയേ, ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ആർ എന്താണെന്ന് പറയാം, സിമെട്രിക് ആണ് എന്ന് പറയാം. ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ് എന്ന് പറയാം. ഇനി അപ്പൊ സിമെട്രിക് മനസ്സിലായാലും ഇനി എന്താണ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ ബി ആറിലുണ്ട്, ബി സിയും ആറിലുണ്ട്, ദെൻ എ സി കൂടെ ആറിൽ വേണം. അല്ലെങ്കിൽ A1 A2 ആറിലുണ്ട്, A2 A3 ആറിലുണ്ട് എങ്കിൽ ഇംപ്ലൈസ് A1 A3 എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ആർ ട്രാൻസിറ്റീവ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3, ദെൻ ആർ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു 1 2, ഓർഡേഡ് പെയർ 1 2 2 3 ആൻഡ് 1 3. അപ്പോ ഇവിടെ നോക്കിക്കേ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, കൂടാതെ എന്തും കൂടിയുണ്ട്, 1 3 കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഡെഫിനിഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ. A1 A2 എലമെന്റ് ഓഫ് ആർ, A2 A3 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് A1 A3 എലമെന്റ് ഓഫ് ആർ അല്ലെ. അപ്പൊ 1 2 2 3 then 1 3. അപ്പൊ ഇത് സാറ്റിസ്ഫൈഡ് ആയ അല്ലെ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് പറയാം, ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ ഈ 3 ടൈപ്പ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത് 3ഉം കൂടെ സാറ്റിസ്ഫൈഡ് ആയാലേ, ഇത് 3ഉം കൂടെ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് 3ഉം കൂടി സാറ്റിസ്ഫൈഡ് ആയാൽ അത്തരത്തിലുള്ള റിലേഷന്റെ പേരാണ് എന്ത്, ഈക്വാലൻസ് റിലേഷൻ. എന്ത് റിലേഷൻ? ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിന്റെ എക്സർസൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.